നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അറിയാമായിരുന്നു നെയ്മർ ജൂനിയർ പരിക്കാണ്, ഈ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലെന്ന്. ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ അത് നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. എങ്കിലും ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം, കോപ്പ അമേരിക്കയ്ക്കുള്ള 23 അംഗ സ്ക്വാഡ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിക്കുമ്പോൾ അത് ലൈവായിട്ട് CBFന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നെയ്മറുടെ പേര് പറയണേ എന്നൊരു പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല. നെയ്മറെ കൂടാതെ തന്നെയാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ചെറിയ നിരാശ ഉള്ളിലെവിടെയോ ഉണ്ട്. പക്ഷേ നേരത്തെ തന്നെ അറിയാമായിരുന്നു, റോഡ്രിഗോ ലാസ്മറുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിരുന്നല്ലോ, പരിക്ക് മാറാൻ സമയമെടുക്കും, അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്, നമ്മൾ വെറുതെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല, വരുന്ന ഓഗസ്റ്റോടൊക്കെ നെയ്മർക്ക് റെഡിയാവാൻ പറ്റുകയുള്ളൂ എന്ന് റോഡ്രിഗോ ലാസ്മർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിട്ടും ചിലർ നെയ്മർ കോപ്പ അമേരിക്ക കളിക്കുമെന്ന തരത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ആരാധകരെ ഇങ്ങനെ പ്രതീക്ഷയിലേക്ക് എത്തിക്കാൻ വേണ്ടി. പക്ഷേ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല എന്ന് ബ്രസീൽ ടീമിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും വലിയ നിരാശയാണ്. നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന താരം, എന്തൊരു വിധിയാണിത്. എത്ര മത്സരങ്ങൾ, സുപ്രധാന പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തിരിക്കേണ്ടി വന്നു. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം 2013 കോൺഫെഡറേഷൻ കപ്പിൽ മുത്തമിട്ടതാണ് അദ്ദേഹം. അന്ന് അദ്ദേഹം മിന്നിക്കത്തി കളിച്ചു. പക്ഷെ 2014 വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ സുനിക എന്ന കൊളംബിയൻ താരത്തിന്റെ ഗുണ്ടാ സ്റ്റൈലിലുള്ള ആക്രമണം, മുട്ടുകാലികേറ്റം, അദ്ദേഹത്തിന്റെ നട്ടലിന് പരിക്കേറ്റ് പിന്നെ സെമി ഫൈനലിൽ കളിക്കാൻ പറ്റാതെ പുറത്തേക്ക് പോയി. അന്ന് പിന്നെ സെമി ഫൈനലില് ബ്രസീലിനുണ്ടായ ദുരന്തം, ജർമ്മനി ബ്രസീലിന് മേലെ ഏൽപ്പിച്ച ആഘാതം എല്ലാവർക്കും അറിയാം. അതൊക്കെ കഴിഞ്ഞ് 2018 വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം വരുമ്പോൾ വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് വലിയ പരിക്ക് പറ്റി. ഒരു മിറാക്കിൾ എന്ന പോലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അന്നും റോഡ്രിഗോ ലാസ്മറാണ് ചികിത്സിച്ചത്. അദ്ദേഹം റഷ്യയിൽ പന്ത് തട്ടാൻ ഇറങ്ങിയെങ്കിലും നെയ്മർ 100% ഫിറ്റ് ആയിരുന്നില്ല. അതിനുശേഷം 2019 കോപ്പ അമേരിക്ക നെയ്മർ ജൂനിയർക്കെതിരെ ഒരു സ്ത്രീ ഉയർത്തിയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ടിറ്റ് തയ്യാറായി. പക്ഷെ കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നെയ്മർ ജൂനിയർ പരിക്കേറ്റ് സ്ക്വാഡിൽ നിന്ന് പുറത്തായി. ആ കോപ്പ അമേരിക്ക ബ്രസീൽ വിജയിച്ചു. ബ്രസീൽ മുത്തമിട്ട കോപ്പ അമേരിക്ക, സെബോളിഞ്ഞ മിന്നിക്കത്തിയ, വേർട്ടൻ സോറസ് എന്ന സെബോളിഞ്ഞ മിന്നിക്കത്തിയ ആ ടൂർണമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ബ്രസീല് ആ കിരീടത്തിൽ മുത്തമിടുമ്പോൾ നെയ്മർക്ക് പരിക്കേറ്റ് പുറത്തിരിക്കാനായിരുന്നു വിധി. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോപ്പ അമേരിക്ക. ഇത്തവണ നെയ്മർ ജൂനിയർ പൊളിച്ചടുക്കി ഫൈനൽ മത്സരത്തിലടക്കം നിറഞ്ഞാടി. പക്ഷേ ദൗർഭാഗ്യം, ആ ഫൈനൽ അദ്ദേഹം എത്ര മിന്നിക്കത്തി കളിച്ചെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. ഒറ്റ ഗോളിന് അർജന്റീന വിജയിച്ചുകൊണ്ട് കിരീടവും കൊണ്ടുപോയി. 2022 വേൾഡ് കപ്പ് ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ വരുന്നു. പക്ഷേ ആ വേൾഡ് കപ്പിൽ നിരന്തരം പരിക്ക് വേട്ടയാടി നെയ്മർക്കും ബ്രസീലിനും പിന്നെ ക്വാർട്ടർ ഫൈനൽ കടക്കാനും പറ്റിയില്ല. അങ്ങനെ ദുരന്തങ്ങളുടെ, പരിക്കുകളുടെ വേട്ടയാടൽ നെയ്മർ ജൂനിയർ വല്ലാതെ വലച്ചു കളഞ്ഞിട്ടുണ്ട്. ആ നെയ്മർ ജൂനിയർക്ക് ഇതാ മറ്റൊരു കോപ്പ അമേരിക്ക കൂടി നഷ്ടപ്പെടുന്നു. എന്തൊരു വിധിയാണിത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.